ചിരിക്കരുതേ. കുണ്ടനുണ്ണി വന്നിട്ടുണ്ട് കേൾക്കാൻ. അതേപോലെ വേറെ സംഭവമുണ്ട്. എന്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ ഈ മുസ്ലിം ആൾക്കാർക്ക് കുറച്ച് പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ ആണ് പെണ്ണ് കെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട വർഗ്ഗം. അതെങ്കിലും ഒന്ന് മതിയായിരിക്കും പറയാൻ പഠിക്കും. അതല്ല ഉദ്ദേശം. ഇനി ഇതൊരു വർഗീയ കലാപാക്കി മാറ്റം നിൽക്കണ്ട. എനിക്ക് കോലിക്കളിയോ കേരറ്റ് ഉപ്പിലിടുവോ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇത്. പേഴ്സണൽ ഒപ്പനയോ? ഒപ്പനല്ലോ, കോൽക്കളിയാ. ആക്കിയതാണല്ലേ. ഒപ്പന വേറെ ഉണ്ട്, ഇത് കോൽക്കളി. പറ. നബിക്ക് ഒരാളെ ശപിക്കാൻ പറ്റുമോ? നബി എല്ലാവരും സ്നേഹിക്കാൻ ഉള്ള ഒരാളല്ലേ, സ്നേഹം കൊടുക്കുന്ന ഒരാളെ. ഇനിയിപ്പോ ഇത് ഞാൻ മൊരന്മാരെ എടുത്ത് തൂക്കാൻ തുടങ്ങും. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നീന്ത്രപ്പയട്ടല്ലേ, ജടിയിലൊരു കൊല ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഉസ്താദ്മാർക്ക് ഇങ്ങനെ തൂക്കാനല്ല നേരം. എനിക്കിപ്പോ ഇത് എങ്ങനെങ്കിൽ ഈ കുണ്ടനടി മഹത്തായ ഒരു പ്രവർത്തനാന്നുള്ളത് തെളിയിക്കണം. ഇതൊരു നടക്ക് പോണ കേസല്ല. എന്റെ സംശയം അതല്ല. എനിക്ക് ഇന്റർവ്യൂല് വരുമ്പോ ഇത് ഇടുന്നേ 38 അടുക്കള ചെല്ലുമ്പോ 30 ആയി ചോദിക്കേ വെച്ച് കേട്ടോ മറന്നോന്നുണ്ട് ഇടക്ക്. വല്ലാത്ത അവസ്ഥ. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ഞാൻ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ